ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. സാറിന് നഷ്ടപ്പെട്ടു പോയ മോളെക്കുറിച്ച് ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഞങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന സാറിന് ആ കൊച്ചിനെ തിരിച്ചു കിട്ടണമെന്നാ. അതുകൊണ്ട് അറിയാതെ പറഞ്ഞു പോയതാ. അയ്യോ, അതൊന്നും സാരല്ല. ഒന്ന് കേറ്. ശരി. ഞാൻ കൃഷ്ണനെ വിളിച്ചുവെന്ന് ഗാഥ ഒരിക്കലും അറിയരുത്. ഇല്ല മാം, ഞാൻ പറയില്ല. പറഞ്ഞാലുള്ള അവസ്ഥ എന്തായിരിക്കും എനിക്ക് അറിയാലോ. ഇത്രയും ദിവസം ഞാൻ മനഃപൂർവ്വം അവളെ വിളിക്കാതിരുന്നതാ. അവളങ്ങ് മനസ്സിൽ നിന്ന് മാഞ്ഞു പോവുകയാണെങ്കിൽ പോയിക്കോട്ടെന്ന് കരുതി. പക്ഷെ അത് എളുപ്പമല്ല. എത്ര തൂത്തെറിഞ്ഞാലും അവളുടെ ആ നിഷ്കളങ്കമായ ചിരിയും സത്യസന്ധതയൊക്കെ മനസ്സിലിങ്ങനെ തട്ടി നിൽക്കും. മാം, സത്യം പറഞ്ഞ എനിക്ക് വല്ലാത്ത കുറ്റബോധമുണ്ട്. ചില നേരത്ത് തോന്നും അവളെ ഒരുപാട് മനസ്സിലാക്കണമായിരുന്നു. അതുകൊണ്ടാണല്ലോ ഇങ്ങനെയൊക്കെ തോന്നുന്നത്. നേരത്തെ സുനന്ദ കൂടി സംസാരിക്കുന്ന കേട്ടപ്പോ സുനന്ദയോട് അങ്ങനൊന്നും പറയരുതെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. സുനന്ദയെ കുറ്റം പറയാൻ പറ്റില്ല സിനി. കൃഷ്ണയെ മനസ്സറിഞ്ഞ് സ്നേഹിച്ച ആർക്കും അവളെ വെറുക്കാനോ മറക്കാനോ പറ്റില്ല. നീ ഒന്ന് ആലോചിച്ച് നോക്ക്. അവളെ വെറുക്കാനോ ശത്രുവായിട്ട് കാണാനോ എനിക്ക് 100 കാര്യങ്ങളുണ്ട്. അവളുടെ അമ്മ, അവളുടെ ജന്മം, അങ്ങനെ എന്തു വേണമെങ്കിലും. പക്ഷെ ആ മുള്ളുവേലിയെല്ലാം ചവിട്ടിക്കടന്ന് എന്റെ മനസ്സിൽ അവൾ കയറിയിരുന്നു. എനിക്കവളെ ഇഷ്ടമാണെന്ന് എനിക്കറിയാം. അവളോട് ഞാൻ ചെയ്തത് ക്രൂരതയാണെന്ന് സിനിക്കും അഭിപ്രായം ഉണ്ടെന്ന് എനിക്കറിയാം. മാം, അതിന്റെ പേരില് എനിക്ക് പരിഭവമൊന്നുമില്ല. എവിടെ ചെന്നാലും അവള് നന്നായിട്ട് ജീവിക്കും. ഇപ്പൊ തന്നെ വിളിച്ചപ്പോ അവൾ എന്താ പറഞ്ഞേ? കുറെ നല്ല മനുഷ്യര്, കുറെ കൂട്ടുകാര്. അവക്കതൊക്കെ ഉണ്ടാവും സിനി. മനുഷ്യനെ മനസ്സിലാക്കാനും അടുത്ത് പെരുമാറാനും അവളെക്കാട്ടിലും നന്നായിട്ട് ആർക്കെങ്കിലും പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. മാം, കുറേയായി കൃഷ്ണയെ മറന്നിട്ടുണ്ടാവുന്ന ഞാൻ കരുതിയത്. എന്റെ മനസ്സിൽ തൊട്ടതൊന്നും ഞാൻ മറക്കാറില്ല. ഒരിക്കലും എന്നെ കൊണ്ടത് പറ്റില്ല. മോൾ അങ്ങോട്ട് ഇറങ്ങിക്കേ. വാ മോള് കുട്ടി, അത് ഓഫ് ചെയ്തോ? അല്ല സാറേ, എനിക്ക് സ്കൂളിൽ നിന്ന് പിള്ളേരെ എടുക്കാനുണ്ട്. അതിന് സ്കൂളിൽ വിടാനുള്ള സമയമൊന്നും ആയില്ലല്ലോ മോള് കുട്ടി. നീ വാ വാ. ഇതാരാ ഇത്? അയ്യോ, എന്താ വർക്കിച്ചായോ? സുഖമല്ലേ? സുഖമാണ് സാറേ. സാറ് വന്ന് വിവരം അറിഞ്ഞു. വന്ന് കാണാനിരിക്കുകയായിരുന്നു. അതിനെന്താ, ഞാനിപ്പോ ഇങ്ങോട്ട് പോകുന്നില്ലേ? ഓ, എന്താ കഴിക്കാനുള്ളേ? സാറിന് ഇഷ്ടമുള്ളതൊക്കെ ഉണ്ട്. കപ്പയും മീനും എടുക്കട്ടെ സാർ? എടുത്തോ. എന്നാ പിന്നെ അങ്ങോട്ട് ഇരിക്കണം സാറേ. വാ മോളെ, അതോടെ എറിയേ. മോളെ വിട്ടിരിക്കേ. വർക്കിച്ചായന്റെ കപ്പയും മീൻകറിയും കഴിച്ചാലേ പിറ്റേന്ന് അറിയാതെ ഇതുവഴി തന്നെ വന്നു പോകും. ഒരു കാലത്ത് ഞങ്ങൾ ഇവിടെ തന്നെ ആയിരുന്നു. ഇപ്പോഴത്തെ പിള്ളേർ ഈ ഷവർമയ്ക്കും ബർഗറിനും വേണ്ടി ക്യൂ നിൽക്കത്തില്ലേ, അതുപോലെ. മീൻകറി ഞാൻ ഇപ്പൊ എടുത്തോ. വർക്കിച്ചായ, ഓ, ഈ പരിസരത്ത് വേറെ കടകളൊക്കെ വന്നപ്പോ വർക്കിച്ചായന് ക്ഷീണം വല്ലതും ഉണ്ടോ? ഓ, നമുക്കെന്ത് ക്ഷീണം സാറേ. നമുക്കുള്ളത് ദൈവം തരും. അങ്ങനെ പേടിയൊന്നുമില്ല. സാറ് കഴിക്കേ. എല്ലാരും കഴിക്കേ. കഴിച്ചാട്ടെ സാറേ. നിങ്ങളെന്താ നോക്കിയിരിക്കുന്നേ? എടുത്ത് കഴിക്കേ. എന്റെ മോളെ, ഇതിങ്ങനെ കറിയിലിട്ടിട്ടെ ഉടച്ച് ഒഴിച്ച് ഇങ്ങനെ കഴിക്കണം. അപ്പോഴേ അതിന്റെ ടേസ്റ്റ് അറിയാൻ പറ്റൂ.
നല്ലത് തന്നെയാ, ഉഗ്രനായിട്ടുണ്ട്. സാറേ, അവള് പറഞ്ഞത് വെറുതെ അല്ല. നല്ല അസല് പാചകം അവളുടെ. ഏ? ആണോ? എന്നാ പിന്നെ മോളുടെ കൈ കൊണ്ടുണ്ടാക്കിയ ഭക്ഷണം ഒന്ന് കഴിക്കണമല്ലോ. അതിനെന്താ, ഞാൻ ഉണ്ടാക്കി തരാലോ. എപ്പ വേണമെന്ന് പറഞ്ഞാ മതി. ആ, അത് പിന്നെ കഴിക്കാം. ആദ്യം നമുക്ക് ഈ കപ്പ കഴിക്കാം. വർക്കിച്ചായോ? ഓ, ഇതെന്ത് മീനാ? അത് ചൂരമീനാ സാറേ. ആ, വംശനാശം വരാത്ത മീനാ. ഭയങ്കര ടേസ്റ്റാ. എടുത്ത് കഴിക്കൂ. മോക്കൊരു മീൻ വേണോ? വേണ്ട വേണ്ട. എനിക്കൊരു മീനോട് വേണം. ഓ ശരി സാറേ. സാറേ, സാറ് തിരിച്ചു വന്നത് മോളെയും കൊണ്ടാവൂന്ന് ഞാൻ കരുതിയില്ല കേട്ടോ. അച്ഛനും മോളും കൂടെ പെട്ടെന്നങ്ങ് കൂട്ടായി. അല്ലേലും അനിയൻ സാറിന്റെ മോളല്ലയോ, മോശം വരികയില്ല. അതെ, ഇത് അനിയൻ സാറിന്റെ മോളല്ല. അയ്യോ സാറേ, നിങ്ങൾ രണ്ടുപേരും കൂടിയുള്ള കളിയും ചിരിയും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ എടുത്ത് കഴിക്കുന്നൊക്കെ കണ്ടപ്പം സാരമില്ല വർക്കിച്ചേ, ഇത് മോള് തന്നെയാ. ഇവരെ വേറൊരു നാട്ടിൽ നിന്ന് വന്നതാ വർക്കിച്ചേട്ടാ. നമ്മുടെ നാട്ടിലെ പുതിയ താമസക്കാരാ. അയ്യോ, ഒന്നും കരുതൽ കേട്ടോ മോളെ. സാറിന് നഷ്ടപ്പെട്ടു പോയ മോളെ കുറിച്ച് ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഞങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന സാറിന് ആ കൊച്ചിനെ തിരിച്ചു കിട്ടണമെന്നാ. അതുകൊണ്ട് അറിയാതെ പറഞ്ഞു പോയതാ. അയ്യോ, അതൊന്നും സാരല്ല. ആ, അപ്പൊ അങ്ങനെ ഹാപ്പി അല്ലേ രണ്ടുപേരും? ആ, അതെന്ത് ചോദ്യ സാറേ? വിളിച്ചോണ്ട് വന്നിരുത്തിയപ്പോ ഇത്രയും നല്ല ഭക്ഷണമായിരിക്കുന്ന് ഞാൻ കരുതിയില്ല. അത് എന്നോട് പറയണ്ട. ദേ, വർക്കിച്ചാനോട് നേരിട്ടൊക്കെ പറഞ്ഞോ. ചേട്ടാ, ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് വരാൻ കേട്ടോ. ഓ വന്നോ? വരുമ്പോഴേ സാറിനെയും കൂടെ കൂട്ടിക്കോണം. സാർ ഇവിടെ വരുന്നതും കുറച്ചു നേരം ഇരിക്കുന്നതും ഭക്ഷണമൊക്കെ കഴിക്കുന്നതും എനിക്കൊരു അനുഗ്രഹമാണ്.